ഇതല്പം സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ വീഡിയോ പരമാവധി പോയി കഴിഞ്ഞാൽ 200 പേരെ കാണത്തുള്ളൂ. എനിക്ക് ഇതിനകത്തൊന്നൊരു വ്യൂവർഷിപ്പ് ഉണ്ടാകില്ലെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ തന്നെയാണ് ഞാൻ ഈ ടോപ്പിക്ക് എടുത്തിരിക്കുന്നത്. 2 ദിവസത്തിനിടെ മലപ്പുറത്ത് രാസലഹരിയുമായി പിടിയിലായത് 5 പേരാണ്. വേങ്ങരയിൽ ലഹരി കിട്ടാത്തതിനെ തുടർന്ന് അമ്മയെയും സഹോദരിയെയും യുവാവ് ക്രൂരമായി മർദ്ദിച്ചു. പിടിക്കപ്പെടാതിരിക്കാൻ സോഷ്യൽ മീഡിയയിലെ വിവിധ ആപ്പുകൾ ഉപയോഗിച്ച് അതിവിദഗ്ധമായാണ് ആവശ്യക്കാരെ കണ്ടെത്തിയത്. ഈ സാധനം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇവൻ കച്ചവടം നടത്തിയത്, ഇവൻ നല്ല ഈ തരത്തിൽ കച്ചവടം നടത്തുന്ന എല്ലാവരുടെയും ഒരു സെയിം ഓപ്പറേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ആൾക്കാരെ സ്വാധീനിക്കുക, അതിലൂടെ കച്ചവടം നടത്തുക, പേഴ്സണൽ ബന്ധം സ്ഥാപിച്ച് ഇവർ പിടിക്കപ്പെടത്തില്ല എന്ന് ഉറപ്പ് വരുമ്പോൾ കച്ചവടം നടത്തുന്ന ഒരു സാധനമാണ്. 9ാം ക്ലാസ്സുകാരിയാണ്. എങ്ങനെയാണ് ആദ്യം അവർ നിങ്ങളുടെ അടുത്ത് ലഹരി എത്തിക്കുന്നത്? ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജ് ഫസ്റ്റ്. ഇൻസ്റ്റാഗ്രാമിലെ ഗ്രൂപ്പിലാണ്. ആ ഗ്രൂപ്പിൽ ഇവിടെ ശരിയായ രൂപത്തിൽ പറയുകയുണ്ടായി. സിനിമകളുടെ കാര്യം, സീരിയലുകളുടെ കാര്യം. അപ്പൊ എടാ മോനെ എന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത്. കുട്ടികളെ റൗഡിയാണ്, മറ്റേ കുട്ടികളെ ആ കുട്ടി അത് കണ്ടിട്ട് കുട്ടികളെ ഇവിടെയുള്ള ചില റൗഡി ഗ്യാങ് തലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു. ഇത്തരം സിനിമകൾ വല്ലാതെ ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം ബ്ലഡ് തെറിക്കുന്ന സിനിമകളാണ്. ഇത്രയും വയലൻസ് നമ്മുടെ സിനിമയിൽ ആവശ്യമില്ല. അത് ചെറിയ രീതിയിലുള്ള അളവാണെങ്കിലും പറയാം. ഒരു സ്വിമ്മിംഗ് പൂൾ കാലുണ്ടായിരുന്നു, പക്ഷെ മറ്റത് അത് സ്വാധീനിച്ചെങ്കിൽ ഇതും സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഭരത്ചന്ദ്രൻ IPS കണ്ടിട്ട് എത്ര പേര് ഇവിടെ IPS ഓഫീസറായിട്ട് മാറി? അതുപോലെ തന്നെ 1983 കണ്ട് ഇവിടെ എത്ര പേര് സഞ്ജു സാംസങ്ങിനെ പോലെ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്? ഇനി മറ്റേ പുണ്യാളനാർ ബത്തീസ് കണ്ട് ഇവിടെ എത്ര എണ്ണം ബിസിനസ് കാണാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്? എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വല്ല നോക്കേണ്ട, ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് നിങ്ങളുടെ കമൻറ്റ് വളരെയധികം സഹായകരമാവും. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ അകമഴിഞ്ഞ് സഹായിക്കാൻ പറ്റുന്ന ഒരു അസുലഭ മുഹൂർത്തം പാഴാക്കി കളയരുതേ എന്നീ സാഹചര്യത്തിൽ ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകുന്നു. അപ്പോൾ കമൻറ്റ് ഇടുക. നിങ്ങളുടെ കമൻറ്റിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഞാൻ അങ്ങനെ വീഡിയോസിലൊന്നും പറയാറില്ല. ഈ വീഡിയോ സാധിക്കുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇതല്പം സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോ ഒന്നും ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഇതല്പം സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ വീഡിയോ പരമാവധി പോയി കഴിഞ്ഞാൽ 200 പേരെ കാണത്തുള്ളൂ. എനിക്ക് ഇതിനകത്തൊന്നൊരു വ്യൂവർഷിപ്പ് ഉണ്ടാകില്ലെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ തന്നെയാണ് ഞാൻ ഈ ടോപ്പിക്ക് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഷഹബാസിനെ അടിച്ചു കൊന്ന കേസിനകത്ത് 6ാമതൊരു പ്രതിയും കൂടെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സംഭവത്തിനകത്ത് ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് കൊലയും കൊലപാതകങ്ങളും അതും ഇതും എല്ലാം നടക്കുന്നുണ്ട്. ഈ സാധനങ്ങളെല്ലാം ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ലഹരി പദാർത്ഥങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് എല്ലാം അങ്ങനെയാണെന്നല്ല, എന്നാൽ ഒരു 90% കേസുകൾ അല്ലെങ്കിൽ ഒരു 99% കേസുകളിലും ലഹരിയുടെ സാന്നിധ്യം ഈ തരത്തിലുള്ള വയലൻസ് സാധനങ്ങൾക്ക് വളരെയധികം കൂടുതലാണ്. ഇതിനെ ഗവൺമെൻറ് പറയുന്നത് മാർക്കോ പോലുള്ള സിനിമകളുടെ സൈഡ് എഫക്റ്റ് ആണെന്നുള്ളതാണ്. ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരല്ല ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് 1-2 വാർത്തകൾ കണ്ടു തുടങ്ങാം. നമ്മുടെ നാട്ടിലെ ലഹരിയുടെ ഉപയോഗം ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ ഒരു വാർത്ത. ഒഴുക്ക് തുടരുകയാണ്. 2 ദിവസത്തിനിടെ മലപ്പുറത്ത് രാസലഹരിയുമായി പിടിയിലായത് 5 പേരാണ്. വേങ്ങരയിൽ ലഹരി കിട്ടാത്തതിനെ തുടർന്ന് അമ്മയെയും സഹോദരിയെയും യുവാവ് ക്രൂരമായി മർദ്ദിച്ചു. ലഹരി എന്ന വിപത്തിൽ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്ന കൃത്യമായ സൂചനയാണ് കാലം നൽകുന്നത്. 2 ദിവസത്തിനിടെ മലപ്പുറത്ത് MDMAയുമായി ബന്ധപ്പെട്ട് 3 സംഭവങ്ങൾ. 20 ലക്ഷം വില വരുന്ന 550 ഗ്രാം MDMAയുമായാണ് കൊണ്ടോട്ടി സ്വദേശി ആകാശ് പിടിയിലാകുന്നത്. 895 ഗ്രാം കഞ്ചാവും പിടികൂടി. 2 വർഷമായി ലഹരിക്കടത്ത് സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഇയാൾ മയക്കുമരുന്ന് മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് വിൽപ്പന നടത്തിയത്. പിടിക്കപ്പെടാതിരിക്കാൻ സോഷ്യൽ മീഡിയയിലെ വിവിധ ആപ്പുകൾ ഉപയോഗിച്ച് അതിവിദഗ്ധമായാണ് ആവശ്യക്കാരെ കണ്ടെത്തിയത്. ഈ സാധനം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇവൻ കച്ചവടം നടത്തിയത്, ഇവൻ നല്ല ഈ തരത്തിൽ കച്ചവടം നടത്തുന്ന എല്ലാവരുടെയും ഒരു സെയിം ഓപ്പറേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ആൾക്കാരെ സ്വാധീനിക്കുക, അതിലൂടെ കച്ചവടം നടത്തുക, പേഴ്സണൽ ബന്ധം സ്ഥാപിച്ച് ഇവർ പിടിക്കപ്പെടത്തില്ല എന്ന് ഉറപ്പ് വരുമ്പോൾ കച്ചവടം നടത്തുന്ന ഒരു സാധനമാണ്. ഇത് നിങ്ങൾ മൈൻഡ് വെച്ചോ. ആ സാധനത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. മറ്റൊന്ന് പെരിന്തൽമണ്ണയിൽ യുവതിയടക്കം 4 പേരെ MDMAയുമായി പിടികൂടി. ആഡംബര ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘം. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. വേങ്ങര ചെനക്കലിൽ രാസലഹരി കിട്ടാത്തതിന്റെ വിഭ്രാന്തിയിലാണ് മകൻ അമ്മയെയും സഹോദരിയെയും ക്രൂരമായി മർദ്ദിച്ചത്. സൽമാനെ ശാന്തനാക്കാൻ പെടാപ്പാടുപെട്ടു നാട്ടുകാരും പോലീസും.
സ്വാഭാവികമായിട്ടുമായി ഇവന്റെ ഇത് കണ്ടപ്പോൾ ഞാൻ സ്വാഭാവികമായി മാറി. ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥം കിട്ടാതായപ്പോഴത്തേനും ഇവന് സ്വന്തം വീട്ടിലുള്ളവരെ പോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, അവരെ പോലും ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാസത്തിനിടയ്ക്ക് തന്നെ നമ്മൾ എന്തോരം കേസുകൾ കണ്ടതാണ്. ഈ ലഹരി ഉപയോഗിച്ച് ലഹരിയുടെ ഇതിൽ ബോധമില്ലാതെ അമ്മയെ അടിച്ചു, അച്ഛനെ അടിച്ചു, അമ്മയെ കൊന്നു, അച്ഛനെ കൊന്നു എന്നുള്ള കുറേ കേസുകൾ നമ്മൾ കണ്ടു. ഇനി ഇതിനകത്ത് നമ്മൾ കണ്ടൊരു സാധനം ഉണ്ടല്ലോ, എവിടാ ഇത് സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവനെല്ലാം കച്ചവടം ഉണ്ടാക്കുന്നത്. ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ഇവന്മാർ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാക്കിയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, മാഫിയയുടെ ഇരയാക്കപ്പെട്ട ഒരു സ്കൂൾ വിദ്യാർത്ഥിനി കൂടി അതിൻ്റെ ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. 9ാം ക്ലാസ്സുകാരിയാണ്. എങ്ങനെയാണ് ആദ്യം അവർ നിങ്ങളുടെ അടുത്ത് ലഹരി എത്തിക്കുന്നത്? ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഫസ്റ്റ്. ഇൻസ്റ്റാഗ്രാമിലെ ഗ്രൂപ്പിലാണ്. ആ ഗ്രൂപ്പിൽ അതായത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടാണ് ആദ്യം ഇവരിലേക്ക് റീച്ച് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് അതിനകത്ത് ചില ട്രോളുകളും കാര്യങ്ങളൊക്കെ കിട്ടുക, ആദ്യം ഇവരുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിച്ച് അതിനുശേഷം നിങ്ങളത് ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചു നോക്കി. ഇവർ ഉപയോഗിക്കത്തില്ലെങ്കിൽ ഇവരെ കൊണ്ട് സൗജന്യമായിട്ട് ഉപയോഗിപ്പിച്ച് അതിനടിമകളാക്കിയതിന് ശേഷം ഇവർ പൈസയ്ക്ക് കൊടുക്കും. ഇൻ കേസ് പൈസ ഇല്ലെങ്കിൽ നീ ഇത് വിറ്റ് തന്നാൽ മതി, നീ ഒരു കാരിയർ ആയാൽ മതി, നിനക്ക് സാധനം ഫ്രീ ആയിട്ട് കിട്ടും, പക്ഷേ നമുക്ക് കച്ചവടം കൂട്ടി കൊടുക്കണം. ഈ ഒരു സാധനത്തിലാണ് ഇതിൻ്റെ ഒരു റൂട്ട് പോകുന്നത്. അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയിലേക്ക് റീച്ച് ചെയ്തത് അവിടുന്ന് പഠിച്ചിറങ്ങിയ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. എന്നിട്ട് ഈ കുട്ടി വിൽക്കുന്നത് അവിടുന്ന് പഠിച്ചിറങ്ങുന്ന ആളുകളിലേക്കാണ്. ആ സ്കൂളിൽ സെയിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ബാക്കി നമുക്ക് നോക്കാം. ആദ്യം ആ ഗ്രൂപ്പിൽ സാധാരണ റീൽസ് മറ്റും കാണാൻ വേണ്ടി കയറുന്നതാണ്. എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ആയത്? അല്ല, ഫ്രണ്ട്സ് പോലെ ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ്. പിന്നെ അതിൽ ഡ്രഗ്സിനെ പറ്റി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അതിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഒരു പേഴ്സണലായിട്ട് മെസ്സേജ് എനിക്ക് ഡ്രഗ്സ് യൂസ് ചെയ്യുമോ, എന്താ അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പറഞ്ഞ് പിന്നെ യൂസ് ചെയ്യും. ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ചോദിച്ചാൽ ഞാൻ പിന്നെ എനിക്ക് ഫോണൊക്കെ കിട്ടായിരുന്നു. അപ്പോൾ ഫോണൊക്കെ മേടിച്ച് വെച്ചപ്പോൾ അതിൻ്റെ സീനായതുകൊണ്ടൊക്കെ മേടിച്ചതാണ് ഫസ്റ്റ്. ആദ്യം പിന്നെ നമുക്ക് ഫ്രീ ആയിട്ടാണ്, സൗജന്യമായിട്ടാണ് തോന്നുന്നത്. ഫ്രീ ആയിട്ട് വന്ന് പിന്നെ കരിയർ ആവുമെന്ന് ചോദിച്ചു. പൈസ ഇല്ലാത്ത പറഞ്ഞു കരിയർ ആവുമെന്ന് വെച്ച് ആവാന്ന് പറഞ്ഞു. അങ്ങനെ കരിയർ ആയി. മയക്കുമരുന്ന് മേടിക്കാൻ കാശില്ലാത്തത് കൊണ്ട് ആർക്കെങ്കിലും കൊണ്ട് കൊടുത്താൽ സാധനം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെയിൽസ് എങ്ങനെയും കൂട്ടുക എന്നുള്ളതേ ഉള്ളൂ, ആൾക്കാരെ ഇതിനെ അടിമപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനൊത്തൊക്കെ ബോധമില്ലാത്ത നമ്മൾ പലരും ചെന്ന് ഇത് ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിനെ ചില ആൾക്കാർ ചേട്ടന്മാരെന്ന് വിളിക്കാമെന്ന് അറിയത്തില്ല, മദ്യം ഒഴിച്ചു വെച്ചിട്ട് ഇവന് കൊടുക്കുക. അപ്പോൾ ഇവൻ വേണ്ട, ഇത് തെറ്റല്ലെന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്നില്ലടാ, എല്ലാവരും ചെയ്യുന്നതിനകത്ത് എന്താ തെറ്റ്, ഇതൊക്കെ ഒരു രസമല്ലടാ എന്ന് പറഞ്ഞിട്ടാണ് അവനെ കൊണ്ട് കുടിപ്പിച്ചത്. അവനത് കുടിക്കുകയും ചെയ്തു. ഇന്നവൻ വളരെയധികം മദ്യത്തിന് അടിമയാണ്. അതിൽ നിന്നെല്ലാം മുക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ മൂത്തവർ പറയുന്ന സാധനമായാലും അത് നിങ്ങൾ ഫിൽട്ടർ ചെയ്യുക, ഈ പറയുന്ന സാധനം നല്ലതാണോ ചീത്തയാണെന്ന്. ഇനി 9ാം ക്ലാസ്സുകാരിലേക്ക് വന്നു. നമുക്ക് നേരെ ഒരു 4 വയസ്സുകാരിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ഇത്തരത്തിലുള്ള രാസലഹരിയുടെ പ്രവർത്തനം അവരിലേക്ക് നടത്തുന്നുണ്ട്. കാരണം അവിടെ വെച്ച് ഇവരെ അടിമകളാക്കി കൊണ്ടുവരണം. അല്ലെങ്കിൽ അത് ഞാൻ വാർത്ത കാണിച്ചിട്ട് നമുക്ക് ബാക്കി പറയാം. കുട്ടി കഴിഞ്ഞ തിങ്കളാഴ്ച എന്നെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് കൊണ്ടാക്കി. വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് കുഞ്ഞ് എഴുന്നേൽക്കുന്നില്ല. ഭയങ്കര ബോധം കിട്ട് ഭയങ്കര ഉറക്കമാണ്. വൈകുന്നേരം ഒരു 6:30 വരെ എഴുന്നേൽക്കുന്നില്ല. സ്കൂളിൽ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞു അവനൊരു കുഴപ്പമില്ലാഞ്ഞു. ക്ലാസ്സിൽ വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനോട് വെച്ചൊരു ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ മുഖത്തും ചുണ്ടലും എല്ലാം ചോക്ലേറ്റ് ഇരിക്കുന്ന കണ്ടിട്ട് പുള്ളിക്കാരിയാണ് പോയി കഴിച്ചത്. എൻ്റെ കൊച്ചിനെ ICU അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങൾ സാമ്പിളായിട്ട് അമൃതയെ കൊണ്ട് കൊടുത്തു. ടോക്സിക്കോളജി ടെസ്റ്റിന് വേണ്ടിയിട്ട് അമൃതയെ കൊണ്ട് കൊടുത്തു. തിങ്കളാഴ്ച വൈകിട്ട് തന്നെ കുഞ്ഞ് കഴിച്ച ചോക്ലേറ്റ് ഇതാണെന്ന് നമുക്ക് കവറിൻ്റെ ഫോട്ടോ ആയി. അപ്പോൾ ഇവരോട് ഈ കവർ ചോദിച്ച് നമ്മൾ വിളിച്ചപ്പോൾ ഇവർ ഇവർക്ക് കവർ കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല, അവരത് കളഞ്ഞെന്ന് പറഞ്ഞു. ഈ സബ്സ്റ്റൻസിൻ്റെ പ്രസൻസ് കൊണ്ടാണോ ഉറങ്ങിക്കിടന്നത്? അപ്പോൾ അവരും പറയുന്നുണ്ട് ഇതുകൊണ്ട് തന്നെയാണോ ഉറങ്ങിക്കിടന്നത്. എന്ത് സബ്സ്റ്റൻസ് ടെസ്റ്റ് കണ്ടെത്തി? അത് ബെൻസഡൈസിനായിരുന്നു. പുറത്തോളം ഇറങ്ങി മിഠായി. കുഞ്ഞ് തന്നെ മുട്ടയുടെ കവർ പൊട്ടിക്കത്തില്ല. അവനെ നമ്മൾ പൊട്ടിച്ചു കൊടുക്കണം, അതിൻ്റെ ടീച്ചറെ കൊടുക്കും പൊട്ടിക്കുന്നത്. അവർക്കും അറിയാം, അവർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവിടെ കഴിച്ചിട്ട് വെച്ചിരുന്ന മുട്ടായി ഇവരുടെ അടുത്ത് കഴിച്ചതാണ്. ക്ലാസ്സിൽ നിന്നൊക്കെ വേണ്ടി അത് കിട്ടി ഇവരുടെ അടുത്ത് കഴിച്ചു. അപ്പോൾ അതാണ് ഇവൻ. അപ്പോൾ ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ആ മുട്ടായി കവർ പൊട്ടിക്കാൻ അറിയില്ല. അപ്പോൾ ഡയറി മിൽക്കിനകത്താണ് ഇത്തരം സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ കുട്ടിക്ക് പൊട്ടിക്കാൻ അറിയില്ല. ഒന്നെങ്കിൽ ആരോ ഈ കുട്ടിക്ക് പൊട്ടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ പൊട്ടിച്ച് വെച്ച സാധനം ഈ കുട്ടി എടുത്ത് കഴിച്ചു. ഈ കുട്ടി പറയുന്നത് പൊട്ടിച്ച് ബെഞ്ചിലിരുന്ന സാധനം ഞാൻ എടുത്ത് കഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്കൂളിൽ ആരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ലഭ്യത എന്താ നിർത്താൻ പറ്റാത്ത? ഒന്നെങ്കിൽ അത് അവിടുത്തെ അധ്യാപകരാകാം, നമുക്ക് പറയാനൊന്നും പറ്റില്ല. ചിലപ്പോൾ ഏതെങ്കിലും കുട്ടികൾ തന്നെ അല്ലെങ്കിൽ കുട്ടികളുടെ പേരൻസ് ഉപയോഗിച്ചെടുത്തോണ്ട് വന്നാകാം, എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇത്തരത്തിലുള്ള മുട്ടായികളിലൊക്കെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കുത്തി കയറ്റുമ്പോൾ അത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് അറിയില്ല ഇതിനകത്ത് ഇങ്ങനത്തെ കുണാപ്പുണ്ടോയെന്നൊന്നും. അവരെടുത്തത് ഉപയോഗിച്ചതിന് ശേഷം പല തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ഈ കൊച്ചിന് ബോധക്ഷയം വരെ സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ബാക്കിയുണ്ടോ? കഴിച്ചു കഴിഞ്ഞപ്പോൾ എഴുതിക്കൊണ്ടിരിക്കാൻ ഇടയ്ക്ക് ഉറങ്ങി പോകും. സ്കൂളിൽ എവിടെ നിന്ന് കിട്ടിയേ? LKG ക്ലാസ്സിൽ നിന്നോ? അവിടെ വെറുതെ ഇരിക്കുമായിരുന്നു ചോക്ലേറ്റ്. അപ്പൊ എന്താ ഇത്?
ഏതായാലും LKG പഠിക്കുന്ന ഒരു കൊച്ച് സ്വന്തമായിട്ട് ലഹരി ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് പൈസ കൊടുത്ത് ലഹരി മേടിച്ച് ഉപയോഗിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ കാര്യങ്ങളുണ്ട്. ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ വലിയ രീതിയിൽ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ നിയമസഭയിൽ വരികയാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അവിടെ മൊത്തം കോമഡി സാധനങ്ങളാണ് നടക്കുന്നത്. ഈ ഇരിക്കുന്ന മന്ത്രിമാരും കാര്യങ്ങളും എല്ലാം പറയുന്നത് സിനിമയുടെ ഒരു അഭാവം അല്ലെങ്കിൽ സിനിമയുടെ ഒരു സ്വാധീനമാണ് ഈ യുവാക്കളെ എല്ലാം അക്രമത്തിലേക്ക് കൊണ്ടുവിടുന്നത് അല്ലെങ്കിൽ ലഹരിയുടെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവിടുന്നത് എന്നുള്ളത്. സിനിമയുടെ ഒരു സ്വാധീനം ഈ ചെറുപ്പക്കാരുടെ എല്ലാം മനസ്സിലുണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഏതായാലും നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കാം, എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയാം. വേറൊന്നും ഇവിടെ ശരിയായ രൂപത്തിൽ പറയുകയുണ്ടായി. സിനിമകളുടെ കാര്യം, സീരിയലുകളുടെ കാര്യം, അത് വലിയ തോതിലുള്ള ദുസ്വാധീനങ്ങൾ ഉണ്ടാക്കുക. പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു, എടാ മോനെ എന്ന് വിളിക്കുന്നൊരു രംഗമില്ലേ സിനിമയിലെ ഏതോ ഒരു സിനിമയിലെ ഒരു നടപ്പ് വന്നിട്ട് അപ്പൊ എടാ മോനെ എന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത്. അയാളെ റൗഡിയാണ്, മറ്റേ കുട്ടികളെ അത് കണ്ടിട്ട് കുട്ടികളെ ഇവിടെയുള്ള ചില റൗഡി ഗ്യാങ് തലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്, പോലീസ് റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. കണ്ടു എന്നുള്ളതല്ല, ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ആ സിനിമ ഞാൻ കാണാൻ റെഡിയായിരുന്നു, ഒരു ഘട്ടത്തിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോ സീരിയലും ചലച്ചിത്രങ്ങളും ഉളവാക്കുന്ന ദുസ്വാധീനങ്ങൾ വളരെ വലുതാണ്. ഇവിടെ ശരിയായ രീതിയിൽ പറഞ്ഞു, ഈ വയലൻസ് ഒരു ആഘോഷിക്കപ്പെടുന്ന നില, ഇത് സ്വാഭാവികമായും പരിശോധിക്കാനാവണം. പരിശോധിക്കേണ്ടത് സെൻസർ ബോർഡാണ്. അവരെന്താ പരിശോധിക്കുന്നത് നമുക്കറിയില്ല. ഏതായാലും നമ്മൾ ആ കാര്യം ഉയർന്ന് ചിന്തിക്കേണ്ട ഒരു ഘട്ടം എത്തി എന്നാണ് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ അക്രമവും കൊലയും നടത്തുന്ന ആള് ഹീറോ എന്നൊരു നില, അത് ഒരു തരം ഹീറോ വർഷിപ്പ്. അതിന്റെ ഭാഗമായി എല്ലാവരെയും തല്ലി ഒതുക്കലാണ് ഒരു മഹത്വം. അങ്ങനെയാണ് ഞാൻ മാറേണ്ടത് എന്ന് ചിന്തിക്കുന്ന കുട്ടി, ഇങ്ങനെയൊക്കെ മാറുകയാണ് കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. മെയിനായിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നത് മാർക്കോ, ദൃശ്യം പോലത്തെ സിനിമകളാണ്. നമ്മളിത് ദൃശ്യം കണ്ടപ്പോൾ മുതലേ നമ്മുടെ നാട്ടിൽ പറഞ്ഞു വരുന്നത് ദൃശ്യം മൂടൽ കൊലപാതകം എന്നുള്ള ഈ സാധനമാണ് പറഞ്ഞു വരുന്നത്. മാർക്കോ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും തല തല്ലി പൊട്ടിച്ചത് മാർക്കോ കണ്ടിട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത്. മറ്റേ സാത്താൻ സേവ നടത്തി അപ്പൻ്റെ തല തല്ലി പൊട്ടിച്ചവൻ്റെ യൂട്യൂബ് ഹിസ്റ്ററി നോക്കിയപ്പോഴത്തേനും ആണായി പിറന്നവനെ, ദൈവം പാതി സാത്താനെ എന്നുള്ള വരികളാണ് അവൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമകളുടെയൊക്കെ സ്വാധീനം തീർച്ചയായിട്ടും ഈ യുവാക്കളുടെ മേലുണ്ടാകുന്നുണ്ട്, എല്ലാവരുടെ മേലുണ്ടാകുന്നുണ്ട്, അതില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ മാത്രം ഈ ഉള്ള യുവാക്കളെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. കാരണം ഈ പണ്ട് കാലം മുതലേ നമ്മുടെ സിനിമകളിൽ അടിയും അക്രമങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ജയൻ അവിടെ ഇരുന്ന് കോമഡി കളിച്ചുകൊണ്ടിരുന്നൊന്നുമല്ലോ. ജയൻ്റെ സിനിമകളെല്ലാം ആക്ഷൻ സിനിമകളാണ്. അതിനകത്ത് സംഘടന രംഗങ്ങളുണ്ടായിരുന്നു. ജയൻ പലരെയും തല്ലുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയുള്ള സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ ആക്ഷൻ സിനിമകളുണ്ട്, കോമഡി സിനിമകളുണ്ട്, കഥയുള്ള സിനിമകളുണ്ട്, മോട്ടിവേഷൻ തരുന്ന സിനിമകളുണ്ട്, പലതരത്തിലുള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴുള്ളൊരു തലമുറയെ മാത്രം സിനിമ ഇത്രയും അധികം സ്വാധീനിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള സാധനം എന്താ നമ്മൾ പരിശോധിക്കണ്ടേ? അത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി നമ്മൾ വളരെയധികം നമ്മളെന്ന് പറയുന്നില്ല, ഞാൻ വളരെയധികം ബോധവും പൊക്കണമൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മന്ത്രിയാണ് KB ഗണേഷ് കുമാർ. അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് നോക്കാം. സ്വാധീനിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മാർക്കോ പോലുള്ള സിനിമകൾ. അപ്പോൾ അതിൽ മിനിസ്റ്ററിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഈ യുവാക്കളിലേക്ക് ഇങ്ങനെയുള്ള സിനിമകൾ എത്തുമ്പോൾ, അല്ലെങ്കിൽ യുവാക്കളിലേക്ക് കേട്ടുകേൾവിയെ പോലും ഇല്ലാത്ത ലഹരികൾ എത്തുമ്പോൾ, ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ ഇപ്പോൾ ഈ ഒരു വർഷം തുടങ്ങിയത് തന്നെ ഇങ്ങനെയുള്ള കൊലപാതക സീരീസുകൾ കേട്ടുകൊണ്ടാണ്. മിനിസ്റ്റർ എന്താണ് ഇതിലൊരു പറയാനുള്ളത്? നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ഞാൻ ഇന്നലെ ഇങ്ങനെ കണ്ടു, ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഇത്തരം സിനിമകൾ വല്ലാതെ ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം ബ്ലഡ് തെറിക്കുന്ന സിനിമകളാണ്. ഇത്രയും വയലൻസ് നമ്മുടെ സിനിമയിൽ ആവശ്യമില്ല. വയലൻസ് ഉണ്ടാകും, കഥയിൽ വയലൻസ് ഉണ്ടെങ്കിൽ കാണാം, അതിനെ ഹൈഡ് ചെയ്ത് കാണിക്കും. ഇത്രയും ബ്ലണ്ടായിട്ട് പച്ചയ്ക്ക് ഈ ഒരു വയലൻസ് കാണിക്കുകയും അടിച്ചു പൊട്ടുകയും വിട്ട്. ഞാൻ ഈ വിജയുടെ സിനിമയാണ് ബാലേക്കുന്നത്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന ആളല്ലേ, അദ്ദേഹം ഒരു പൊതുപ്രവർത്തനം. അയാളുടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ 18 പേര് 20 പേരൊക്കെയാണ് വെട്ടുകൊണ്ട് വീഴുന്നത്. പോലീസ് ഈ നാട്ടിലില്ലയോ എന്ന് നമുക്ക് തോന്നും. പിന്നെ അടുത്ത സീൻ വീണ്ടും ഒരു 20 പേരെ കൂടെ വെട്ടി വീഴ്ത്താൻ. ഇവരെല്ലാം കഴുത്തൊക്കെ മാറ്റാണ് വീഴുന്നത്. അപ്പോൾ ഇവരാരെങ്കിലും മരിച്ച കേസൊന്നുമില്ലേ? ഈ സിനിമകളിലൊക്കെ ആളുകൾ എങ്ങനെ അടിച്ചു കൊല്ലുന്നുണ്ട്, ചോര തെറിക്കുന്നുണ്ട്, തലയടിച്ച് പൊട്ടിക്കുന്നു, വെട്ടിക്കൊല്ലുന്നു, കേസില്ല, പോലീസില്ല നാട്ടിൽ. ഇതെന്ത് സിനിമയാണ്? നായകൻ എന്തും ചെയ്യാം. നായകൻ വരുന്നു, ഒരു 10-20 പേരെ വെട്ടി വീഴ്ത്തുന്നു, അങ്ങ് പോകുന്നു, ആ കഴുത്തൊക്കെ നറ്റ് പോകുന്നത്, മരിച്ചിരിക്കും. ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. കാരണം ഒരു സിനിമയുടെ ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ കാണുക, അല്ലാതെ സിനിമയിൽ വെട്ടിക്കഴിഞ്ഞ ഉടനെ പോലീസ് വരണം, കുത്തിക്കഴിഞ്ഞ ഉടനെ പോലീസ് വരണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേനും ആ സിനിമയുടെ ഒരു ആസ്വാദനം നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ഈ സിനിമയായിട്ട് ആസ്വദിക്കാനുള്ളൊരു കഴിവ് നമുക്കിപ്പോൾ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. ഇപ്പം മാർക്കോ കണ്ടിട്ട് അല്ലെങ്കിൽ ദൃശ്യം കണ്ടിട്ട് ഒരുത്തിനെ തല്ലിക്കൊല്ലാൻ പോകുന്നവൻ്റെ മാനസിക നിലയല്ല നമ്മൾ പരിശോധിക്കേണ്ടത്. അല്ലാതെ തീർച്ചയായിട്ടും ആ സിനിമയിലെ വയലൻസ് രംഗങ്ങളുടെ ഒരു ഊക്കം നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്, അതിൻ്റെ ഒരു ആഴം നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല,
എക്സ്ട്രീം വയലൻസ് തന്നെയാണ് സിനിമ കാണിച്ചിരിക്കുന്നത്. ഈ സിനിമകളെല്ലാം ഇംഗ്ലീഷ് നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. റോങ് ടേൺ പോലുള്ള സിനിമ ഇറങ്ങിയിട്ട് എത്ര പേര് മനുഷ്യനെ നടുകീറായിട്ട് വെട്ടിയിട്ട് കുടലും പണ്ടൊക്കെ എടുത്ത് പുറത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ മനസ്സിൻ്റെ വൈകൃതം അതിനകത്തൊരു പ്രധാന ഒരു കാര്യമാണ്. ഒരിക്കലും സിനിമ സ്വാധീനിക്കുന്നില്ല എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അങ്ങനെ സ്വാധീനിക്കുമ്പോൾ നമ്മളധികം നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും വരും. നല്ലതെടുത്തിട്ട് ചീത്തയെ നമ്മൾ എടുക്കാതിരിക്കാനുള്ളൊരു കോമൺ സെൻസ് നമുക്കിടെ വളരാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ എത്ര സ്കൂളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ മോറൽ സയൻസ് എന്ന് പറയുന്ന സാധനം എത്ര അടുത്ത് കറക്റ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട്? നമ്മൾ പാലിക്കേണ്ട എത്തിക്സ് എവിടെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്? നിസ്സാരം വളർന്ന് വലുതാകുമ്പോഴത്തേന് ഇവനെല്ലാം ബാങ്കിൽ പോകേണ്ട സാധനമുണ്ട്. ബാങ്കിൽ പോയിട്ട് എന്താണ് അവിടെ ചെയ്യേണ്ടത്? ഒരു ചെക്ക് ഫില്ല് ചെയ്യാൻ അറിയാത്ത എത്ര പേരുണ്ട്? അപ്പം നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലും കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തണം. 1942 സിലബസാണ് നമ്മളിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ പറയുന്ന പോലെ അവരുടെ ബുദ്ധി വികസിച്ചില്ല, മാങ്ങാത്തൊലി ഉണ്ടായില്ലെന്നും പറയുന്നത് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം സിനിമ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. തീർച്ചയായിട്ടും സിനിമയിൽ ഇത്തരം രംഗങ്ങളെല്ലാം കുറയ്ക്കേണ്ടതുണ്ട്. അതും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിലേക്ക് നമുക്ക് വരാം. ബാക്കി വരട്ടെ. ഇത് വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം എന്താ, കാണിക്കുന്ന ഗോഷ്ഠികൾ നമ്മൾ മനുഷ്യൻ കാണിക്കുന്നതൊക്കെ കാണിക്കും. എന്തെങ്കിലുമൊക്കെ ഒരാളെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി വണ്ടിക്ക്, എന്നിട്ട് എന്തായി? സിനിമ വന്നോ രക്ഷിക്കാൻ? അത് ചെറിയ രീതിയിലുള്ള അളവാണെന്നെങ്കിലും പറയാം. ഒരു സ്വിമ്മിംഗ് പൂൾ കാലുണ്ടായിരുന്നു. പക്ഷേ മറ്റത് അത് സ്വാധീനിച്ചെങ്കിൽ ഇതും സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനത് ഓക്കെ, അത് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഇതും സ്വാധീനിക്കും. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്വാധീനിക്കുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ പുലിമുരുകൻ കണ്ട് എത്ര പേര് പുലിയെ പിടിക്കാൻ പോയി? അപ്പോൾ പുലിയെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ ഇത് ചെയ്യാൻ പോകത്തെ. ഇനി നമ്മൾ വരുമ്പോഴത്തേന് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ പറയുന്നത് ദൃശ്യം കണ്ടിട്ട് കൊലപാതകം നടത്തി തല്ലിക്കൊന്ന് സ്റ്റേഷൻ്റെ അടിയിലും വീടിൻ്റെ അടിയിലും കുഴിച്ചിട്ടു എന്നുള്ളതാണ് അന്ന് കാലങ്ങളിൽ സ്ഥിരമായിട്ട് കേട്ടോണ്ടിരുന്ന സാധനങ്ങൾ. അതുപോലെ തന്നെ മാർക്കോ കണ്ടിട്ട് യുവജനങ്ങളുടെ ഇടയിൽ ഒരുപാട് വയലൻസ് ഉണ്ടാകുന്നു, അവന്മാർ നാട്ടുകാരെ മൊത്തം തല്ലിപ്പിടിക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഭരചന്ദ്രൻ IPS കണ്ടിട്ട് എത്ര പേര് ഇവിടെ IPS ഓഫീസറായിട്ട് മാറി? അതുപോലെ തന്നെ 1983 കണ്ടിട്ട് ഇവിടെ എത്ര പേര് സഞ്ജു സാംസങ്ങിനെ പോലെ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്? ഇനി മറ്റേ പുണ്യാളനാർ ബത്തീസ് കണ്ടിട്ട് ഇവിടെ എത്ര എണ്ണം ബിസിനസ് കാണാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്? ഉസ്താദ് ഹോട്ടൽ കണ്ടിട്ട് എത്ര പേര് ഇവിടെ ഹോട്ടൽ ആരംഭിച്ചിട്ടുണ്ട്? മിന്നൽ മുരളി കണ്ടിട്ട് ഇവിടെ എത്ര പേര് നാട്ടുകാരെ രക്ഷിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്? ഇനി ഈ സൂപ്പർമാൻ കണ്ടിട്ട് എവനെങ്കിലും ഇവിടെ പറക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ മൂവീസ് ഒന്നും സ്വാധീനിക്കത്തില്ലേ? ഇനി ഇതൊന്നും വേണ്ട. ഞാൻ പറയാം, 1 എന്ന് പറയുന്ന മമ്മൂട്ടി അഭിനയിച്ച സിനിമ കണ്ടിട്ട് ഈ ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരിൽ എത്ര പേര് ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് മാറി? അപ്പം നല്ല സാധനങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിനെ സ്വാധീനിക്കത്തില്ല, പക്ഷേ മോശം കാര്യങ്ങളെല്ലാം സ്വാധീനിക്കുന്നതാണ് പറയുന്നത്. ഈ നല്ല രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ തെളിവ് പറഞ്ഞുതരാം. പ്രതിഭയുടെ കേസ്, അതിന് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. പ്രതിഭയുടെ മകനെ ഈ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥം ഉപയോഗിച്ച് കേസിന് പിടിച്ചിട്ട് ഇപ്പോൾ അവനെ പിടിച്ചപ്പോൾ കണ്ട സാക്ഷികളെല്ലാം മറുകണ്ഠം ചാടി. ഇനി ഒരു കുറച്ച് നാളുടെ കഴിയുമ്പോഴത്തേന് അങ്ങനെ ഒരു മനുഷ്യനെ ഈ ലോകത്തില്ലായിരുന്നു എന്നുള്ള രീതിയിൽ പറയും. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. സ്വാധീനം എല്ലാ ചീത്ത സിനിമകൾ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നല്ല സിനിമകൾ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള പ്രോപ്പറായിട്ടുള്ള റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നത് തന്നെ ഈ പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി കിട്ടുന്നൊരു സാഹചര്യമാണ്. എല്ലാവരും പറയുമല്ലോ കൊച്ചി കിട്ടുന്നു. ഇന്ന് കൊച്ചി കിട്ടുന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ വീട്ടിൽ കിട്ടും, നമ്മുടെ നാട്ടിൽ കിട്ടും, നമ്മളുടെ പിള്ളേരടക്കി കിട്ടും. അതിനെ നിർത്താനുള്ളൊരു സാഹചര്യം ഒരു ആക്ഷൻ എന്താ എടുക്കാത്തത്? അതിന് എതിരെയുള്ള കറക്റ്റായിട്ടുള്ള നടപടികൾ വരണ്ടേ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഇതിനെല്ലാം ഇപ്പോൾ ഈ ഭരിക്കുന്ന ഗവൺമെൻറ് എത്ര ബാറുകൾ തുറന്നു? ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ഞാൻ ഒരു സർക്കാർ നല്ല എന്ന് പറയുമല്ല, ഒരു സർക്കാർ മികച്ചാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ സർക്കാർ പൂട്ടിയ ബാറുകളെല്ലാം ഇവർ ബാർ പൂട്ടുമെന്ന് പറഞ്ഞ് കയറിയിട്ട് എത്ര ബാറുകൾ ഇവർ തുറന്നു? ബാറിനകത്തുനിന്ന് ഒഴിക്കുമ്പോൾ തലയ്ക്ക് കയറുന്നത് കിരീടമൊന്നുമല്ലോ, ലഹരി തന്നെയല്ലേ കയറുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും തെറ്റുകാരാണ്. നമ്മൾ സിനിമ ചെയ്തുകൊണ്ട് മാത്രം തെറ്റുകാരനായി അല്ലെങ്കിൽ അത് സ്വാധീനിച്ചുകൊണ്ട് മാത്രം നല്ല എന്നും പറയാൻ പറ്റത്തില്ല. ഈ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള നിങ്ങൾ നമുക്കൊരു മോഡൽ കാണിക്കണ്ടേ? വിദ്യാഭ്യാസ മന്ത്രി എന്താണ് നിയമസഭ വെച്ച് കാണിച്ചത്? കസാര എടുത്ത് മണ്ടക്കൂട്ടറിയുക, അതാണ് നമ്മൾ എടുക്കേണ്ട മോഡൽ. എല്ലാവരും കണക്കാണ്. നമുക്ക് കോമൺ സെൻസ് ഉണ്ടാകുക, ഇന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന സാധനങ്ങളാണ് നമ്മൾ എടുക്കേണ്ടതെന്നുണ്ടാകുക. വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ മാതാപിതാക്കൾ പിള്ളേരെ തല്ലി വളർത്തുക. എന്താണ് ശരി തെറ്റെന്നുള്ള എത്തിക്സ് അറിയുക. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ എത്തിക്സ് എന്താണെന്ന് പഠിപ്പിക്കുക. എങ്ങനെയാണ് ഒരാളോട് പെരുമാറേണ്ടതെന്ന് പഠിപ്പിക്കുക. ഒരാളെ വേദനിപ്പിക്കാതെ എങ്ങനെ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയാൻ പഠിപ്പിക്കുക. അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റാണെന്നുള്ളൊരു ഗട്ട് ഫീലിംഗ് അവൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുക. ഇതിനുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഉണ്ടാക്കുക. ഒരു വിദ്യാർത്ഥിയുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മുടെ എത്ര സ്കൂളുകളിലുണ്ട്? ഇതൊന്നുമില്ലാതെ എന്ത് വന്നാലും സിനിമ പ്രശ്നം അല്ലെങ്കിൽ കഞ്ചാവ് ഒഴുകുന്നു, കള്ളൊഴുകുന്നു, അതിനെ നിർത്തണം. അതിനല്ലേ നമ്മൾ പ്രയത്നിക്കേണ്ടത്. ദയവ് ചെയ്ത് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മദ്യത്തിനോ ലഹരിക്കോ നിലവിൽ അടിമകളാണെങ്കിലോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാലങ്ങളിൽ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് വരികയാണെങ്കിലോ സുഹൃത്തുക്കളെ, ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കും. ഇതിൽ നിന്നെല്ലാം നിങ്ങൾ മുക്തി നേടാൻ നോക്കുക. ഈ ലഹരിയുടെ അടിമത്തത്തിൽ നിന്നെല്ലാം നമ്മളെ പുറത്തെടുക്കാൻ വളരെയധികം സഹായിക്കുന്ന സംഘടനകളുണ്ട്. നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യുക. ഇനി ഇതിൽ നിന്ന് പുറത്തു വന്ന ആളുകളുണ്ട്. ഒരു പയ്യൻ, ആ പയ്യൻ്റെ 16-ാം വയസ്സ് മുതൽ ലഹരിക്ക് അടിമയായി മോഷണം വരെ ചെയ്ത് പലതരത്തിൽ അകത്തായി ഇതിൽ നിന്നും മുക്തി പ്രാപിച്ച് പുറത്തു വന്ന ഒരാൾ പറയുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും എന്താ പ്രശ്നം എന്നുള്ളത്. ഈ പുള്ളിക്കാരൻ്റെ പേര് സ്വാലിഹ് എന്നാണ് തോന്നുന്നു കേട്ടോ.
മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കഞ്ചാവ് വലിച്ചാലും ഒരു 50% നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പക്ഷെ മദ്യം ഉപയോഗിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞുള്ള ഒരു മാനസിക സ്ഥിതി അതെന്തായിരുന്നു? അതൊന്നും അറിയുമ്പോൾ തന്നെ സ്വന്തം അച്ഛനെ അമ്മയും തിരിച്ചറിയാൻ കഴിയില്ല എന്നത്. കാരണം അന്ന് എൻ്റെ ഉപ്പാക്ക് നേരെ ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പത്തെ ഒന്ന് വീഴാണ്. അന്ന് എൻ്റെ ഉപ്പാക്ക് നേരെ ഞാൻ അക്രമം അയച്ചു വിട്ടതാണ്. കാരണം സ്വന്തം ഉപ്പയാണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അന്ന് എനിക്ക്. ഈ പുള്ളിക്കാരൻ ജയിലിൽ പോയിട്ട് പല കാരണങ്ങൾ കൊണ്ട് ഇപ്പം മാനസാന്തരപ്പെട്ട് ഈ ലഹരിക്കെതിരെ പോരാടുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ പരിശോധിക്കണം. നിങ്ങളുടെ കുട്ടികളുടെ എന്തൊക്കെ ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങൾ പരിശോധിക്കണം. നിങ്ങളുടെ വീട്ടിലുള്ള അവസ്ഥകൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങളുടെ ഫാമിലിയായിട്ടൊരു ബോണ്ട് അവർക്ക് ഉണ്ടാക്കണം. നിങ്ങളുടെ എന്തൊക്കെയാണ് ചെയ്യാൻ പാടുള്ളത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് ഈ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇവരെ വളർത്തുന്ന സമയം മുതൽ എത്തിക്സോടെ വളർത്തി കഴിഞ്ഞാൽ ഈ സാധനം മാറത്തുള്ളൂ. ജനിച്ച് വീഴുമ്പോഴേ എടുത്ത് തോളത്തിട്ടുണ്ട് മോനെ അവനെ ചീത്ത വിളിയടാ, അവനെ പച്ചയിന്ന് വിളിയടാന്ന് പറഞ്ഞുകൊണ്ട് വളർത്തിക്കഴിഞ്ഞ് ഇവനൊക്കെ ഇങ്ങനെ ആവത്തുള്ളൂ. നമ്മൾ ഈ സാധനം റൂട്ടിൽ നിന്ന് മുതലേ ഇതിൻ്റെ അല്ലെങ്കിൽ വേരുകളിൽ നിന്ന് നമ്മളിത് പിഴുതെറിയണം. ഇതിന് രാഷ്ട്രീയക്കാരെ സിനിമക്കാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെല്ലാം ഇതിന് സ്വാധീനമാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളോട് ചെയ്യണം. അല്ലാതെ മറ്റൊരുത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രം ഇന്ന് കേട്ട് കാര്യമില്ല. ഏതായാലും ഇതിനൊക്കെതിരെയുള്ള നിയമങ്ങൾ വരട്ടെ. എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തുക. പറ്റുന്നവരെല്ലാം മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വന്നവരെ.